ഉണ്ടാക്കും, നീർവീക്കം ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഇവിടെ ബാപ്പുജി നല്ല ചായ ഉണ്ടാക്കുകയാണ്. ഈ ചായയൊക്കെ കുറച്ച് ചലവും ചളിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് എന്തായിരിക്കും അവസ്ഥ പറ. അല്ലെങ്കിൽ ഒരു ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുക, അതിലേക്ക് കുറച്ച് ചലവും ചളിയും എടുത്തിട്ട് ജ്യൂസ് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേ ഒരു അവസ്ഥയാണ് നമ്മൾ ആന്തരിക ലെവലിൽ പുകവലി പോലത്തെ സംഭവങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുക. അത് പതിയെ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് നമ്മുടെ നോർമൽ ആയിട്ടുള്ളൊരു പ്രത്യേകിച്ച് നമുക്കറിയാം രക്തക്കുഴലിൻ്റെ അടിയിൽ നമ്മളുടെ ബ്ലോക്ക് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട്. അത് നൈട്രിക് ഓക്സൈഡ് ലെയർ എന്ന് പറയാം. ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ നമ്മളിപ്പോൾ ഓസോൺ ലെയർ അന്തരീക്ഷത്തിൽ അതിൽ വിള്ളൽ വീട്ടിയിട്ട് അന്തരീക്ഷത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയാറില്ലേ ഷാജി? അപ്പോൾ എന്താവും? അതുപോലെ കോഴിമുട്ടല്ല അപ്പോൾ അതുപോലെ എന്താവും, നമ്മുടെ രക്തക്കുഴൽ ഈ നൈട്രിക് ഓക്സൈഡ് ലെയർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ, നീർവീക്കം ഉണ്ടാവും വളരെ എളുപ്പമാണ്. ഈ ഇൻഫ്ലമേഷനാണ് ഒരുതരം രോഗങ്ങളുടെ ഒക്കെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകം അത്